വൻ ഭൂചലനത്തിൽ വിറങ്ങലിച്ച് മ്യാൻമറും തായ്ലൻഡും. രണ്ടിടത്തുമായി 100-ലധികം പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈനയിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരന്തബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പ്രാദേശിക സമയം 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 12 മിനിറ്റിന്റെ ഇടവേളയിൽ തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമറിന് 16 കിലോമീറ്റർ അകലെ സഗൈങ്ങാണ് പ്രഭവ കേന്ദ്രം. മ്യാൻമറിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. ദേശീയപാതകൾ തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡിലെ തകർന്നടിഞ്ഞു. പ്രസിദ്ധമായ ആവാപാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. 70 നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി. മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി. ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബാങ്കോക്കിൽ നിന്ന് ബൈജു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു കൊട്ടാരക്കര, വലിയ അപകടമാണ്, അപ്രതീക്ഷിതമായി എത്തിയ വലിയ ദുരന്തം. അതിൽ ഒരുപാട് മരണസംഖ്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. 100-ലധികം പേർ രണ്ടിടങ്ങളിലുമായി മരിച്ചു, രണ്ട് രാജ്യങ്ങളിലായി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കണക്ക്. എങ്ങനെയാണ് മ്യാൻമറിലെ സർക്കാർ സംവിധാനം ഇതിനെ അഭിമുഖീകരിക്കുന്നത്? അതിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ്? ഈ കെട്ടിടങ്ങളൊക്കെ വലിയ രീതിയിൽ വലിയ കെട്ടിടങ്ങളൊക്കെ, വമ്പൻ കെട്ടിടങ്ങളൊക്കെ നിലംപതിക്കുന്നു, റോഡുകൾ തകരുന്നു, ആശുപത്രികളടക്കം തകർന്നിട്ടുണ്ട്. നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്നത് എങ്ങനെ, ബൈജു കൊട്ടാരക്കര? റിജിത്തെ, ഇവിടെ ശരിക്കും മ്യാൻമറിലെ സാഗിങ് എന്ന സ്ഥലത്താണ് മാഗ്നിറ്റ്യൂഡ് 8.3 ആരംഭിച്ച ഭൂചലനം ഇന്ന് ഉച്ചയ്ക്ക് 12:12 ആരംഭിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ്, ഈ ബാങ്കോക്കിന്റെ അതിർത്തിയോട് ചേർന്ന ഒരു സ്ഥലത്താണ് ആ കെട്ടിടം തകർന്നു വീണത്. ഏതാണ്ട് 30 നിലയോളമുള്ള ഒരു കെട്ടിടം അവിടെ തകർന്നു വീണത്. ഞാനിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ തന്നെ കിറ്റ്സുമിൻ എന്ന സ്ഥലത്താണ്. അത് നഗരത്തിനകത്ത് തന്നെയാണ്. ഇവിടെയെല്ലാം അതിന്റെ പ്രകമ്പനങ്ങൾ വന്നിരുന്നു ആ സമയം. പക്ഷേ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വണ്ടികളുടെ തിങ്ങി വരവും അതുപോലെ തന്നെ വണ്ടികളുടെ നീണ്ട നിരയും ആ ട്രാഫിക് ബ്ലോക്കും ഏതാണ്ട് 10 മണിക്കൂറുകളോളമായിട്ടും ഇപ്പോഴും ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് മാറിയിട്ടില്ല. ഏതാണ്ട് 17 മില്യണോളം ആളുകളാണ് ബാങ്കോക്കില് ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നത്. ഇവരെല്ലാവരും ഇവിടുത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആളുകൾ മുഴുവൻ അപ്പാർട്ട്മെന്റുകൾ വിട്ടിറങ്ങി. റോഡില് നിലയുറപ്പിച്ചതിനാൽ വണ്ടികളൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് നടന്ന് ഹോട്ടലിലേക്ക് ഇപ്പൊ എത്തിയത് തന്നെ ഏതാണ്ട് 2.5 മണിക്കൂർ എടുത്താണ് നടന്നാണ് ഹോട്ടലിലേക്ക് എത്തിയത്. അത്രയ്ക്കും ദുരിതപൂർണമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. അതായത് 70 പേര് ഇവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇവിടുത്തെ ലോക്കൽ ചാനലുകളും പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഏതാണ്ട് 400ഓളം മ്യാൻമറിലുള്ള, അതായത് ബർമയിലുള്ള ചില തൊഴിലാളികൾ വസിച്ചിരുന്ന ഏരിയയിലാണ് ഈ കെട്ടിടം തകർന്നു വീണതെന്നും അതേപോലെ ഇവിടെ ബാങ്കോക്കിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും നാശനഷ്ടങ്ങളും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതും ബർമീസ് തൊഴിലാളികളെയാണെന്നുമാണ് അവർ പറയുന്നത്. കാരണം ബർമയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിച്ചിരുന്നത്. ഏതാണ്ട് 7.7 മാഗ്നിറ്റ്യൂഡിലാണ് ബാങ്കോക്കിൽ ഇത് അനുഭവപ്പെട്ടത്. ഇവിടുത്തെ ബാങ്കോക്ക് സിറ്റിയിലുള്ള, അതായത് ഞാനൊക്കെ ഇരിക്കുന്ന ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു 60ഓളം നിലയുള്ള ഒരു ഹോട്ടലിന്റെ 60ാമത്തെ നിലയ്ക്ക് മുകളിൽ, അതായത് റൂഫ് ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അതിനകത്തെ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുകുന്ന കാഴ്ചയുമൊക്കെ ഇവിടെ ചാനലുകളിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, മിസ്സിംഗ് ആയവരുടെ ആളുകളുടെ ആ ഒരു കരച്ചിലും ബഹളവും അതോടൊപ്പം തന്നെ മിസ്സിംഗ് ആയവരുടെ ഈ കണക്കെടുക്കുന്നതിലുമൊക്കെ 400-ലധികം ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നാണ് പ്രാദേശിക ചാനലുകൾ പറയുന്നത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് ഏതാണ്ട് 70ഓളം ആളുകളെ മാത്രമാണ് കാണാനുള്ളത് എന്നാണ് പറയുന്നത്. മരിച്ചവരുടെ കണക്ക്, അതായത് ബാങ്കോക്കിൽ നിന്ന് വരുന്ന കണക്കനുസരിച്ച് 5 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി അവർ പറയുന്നതെങ്കിലും അതിൽ കൂടുതൽ മരണസംഖ്യ ഇവിടെ ഉണ്ടാകാനാണ് സാധ്യത.
ബർമയിൽ നിന്നുള്ള തൊഴിലാളികളാണല്ലോ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകളായി ഇപ്പോഴും ഈ ട്രാഫിക് ബ്ലോക്ക് ആണ്. ഈ ട്രാഫിക് ബ്ലോക്ക് വന്നതിന്റെ പ്രധാന കാരണം ഇവിടെയുള്ള വിഷ്വൽ കാണുന്ന പോലെയുള്ള അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് 17 മില്യണോളം ആളുകൾ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റുകളിലാണ്. ആ അപ്പാർട്ട്മെന്റുകളിലെല്ലാം കഴിഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അവരുടെ ബിൽഡിങ്ങിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കണം, അവരെ സുരക്ഷിതരായിരിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആളുകളെല്ലാം പുറത്തിറങ്ങി നിൽക്കുന്നത്. അങ്ങനെ ബാങ്കോക്ക് ഏതാണ്ട് മ്യാൻമറിൽ നിന്ന് 800-850 കിലോമീറ്ററുകൾ ദൂരത്തുള്ള ഈ ബാങ്കോക്ക് സിറ്റിയിലും അതിന്റെ പ്രകമ്പനം വളരെ ശക്തിയായി തന്നെ ഉണ്ടായി. അതിൽ മരണപ്പെട്ടവരുടെയും ബാക്കി ആശുപത്രിയിലായവരുടെയും പിന്നെ അവരുടെ കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗവൺമെന്റ് വളരെ ശക്തമായാണ് അതിൽ ഇടപെടുന്നത്. ഇവിടുത്തെ പോലീസ് ആണെങ്കിലും ശരി, അതേപോലെ മിലിറ്ററി ഫോഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇവിടെ മുഴുവൻ അങ്ങോട്ടേക്ക് കുതിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 12ഓളം കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലം. അങ്ങോട്ടേക്ക് പോകാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം ഏതാണ്ട് 30-40 മൈലുകളോളം ഈ വാഹനങ്ങൾ മുഴുവൻ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ന് ഞാനും എയർപോർട്ടിൽ പോകേണ്ടതായിരുന്നു നാട്ടിലേക്ക് വരാൻ. പക്ഷേ പോകുന്ന വഴിക്ക് ഇത് ഉണ്ടായത് കൊണ്ട് ഒരു കാരണവശാലും വാഹനം 1 ഇഞ്ച് പോലും നീങ്ങാത്ത അവസ്ഥയുണ്ടായതുകൊണ്ട് തിരികെ പോരേണ്ടി വന്നു. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മണിക്കൂറോളം എടുത്താണ് അവിടുന്ന് നടന്നാണ് താമസിച്ച ഹോട്ടലിലേക്ക് വന്നെത്തിയത്. പക്ഷെ അവരും ഇപ്പോഴും പല ആളുകളും റോഡിൽ തന്നെ നിൽക്കുന്നു. റോഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ട്രാഫിക് ബ്ലോക്ക് വീണ്ടും കൂടി നിൽക്കുന്നത്. മരണസംഖ്യയും ഇനിയും ഒരുപാട് ഉയരാനാണ് സാധ്യതയെന്നാണ് ഗവൺമെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച ആളുകൾ പറയുകയും ചെയ്യുന്നത്. ബൈജു കൊട്ടാരക്കര, ഈ നാശനഷ്ടത്തിന്റെ കണക്ക് അതൊക്കെ ശേഖരിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനിയും അതിൽ വളരെ വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. ഇതിൽ ഒരേ സമയം നടക്കുന്ന രക്ഷാപ്രവർത്തനം, വിവിധയിടങ്ങളിലായി ഒരേ സമയം നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ളത് കൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് വെല്ലുവിളികളും മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റാൻ, അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഈ ഭൂകമ്പത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയിലും ഈ ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്ന നിലയിലേക്കുമൊക്കെ അവിടുത്തെ ഭരണകൂടം വളരെ കൃത്യമായി ആക്ട് ചെയ്യുന്നുണ്ടോ ഈ ഘട്ടത്തിൽ, ബൈജു കൊട്ടാരക്കര? തീർച്ചയായിട്ടും ഭരണകൂടം വളരെ ശക്തമായി തന്നെ ഈ കാര്യങ്ങൾ ഇടപെടുന്നു. പക്ഷെ അവർക്കുള്ള ഏക വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ റൂറൽ ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ബാങ്കോക്ക് നഗരത്തിൽ നിന്ന് കുറേയധികം ദൂരമുണ്ട് സ്ഥലത്തിലേക്ക് പോകാൻ. പക്ഷെ അതുകൊണ്ട് ഈ വാഹനങ്ങൾക്ക്, ഔദ്യോഗിക വാഹനങ്ങൾക്ക്, ഇപ്പൊ ഫയർ എഞ്ചിൻ ആണെങ്കിലും ശരി, പോലീസിനാണെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ റോഡ് അത്രയ്ക്കും ബ്ലോക്കാണ്. 20-30 കിലോമീറ്ററുകൾ അകലെ വരെ ഇങ്ങനെ റോഡ് തിങ്ങി നിറഞ്ഞ് ഒരു വണ്ടിക്കും 1 ഇഞ്ച് പോലും അനങ്ങാൻ പറ്റാതെ ഏതാണ്ട് 12-13 മണിക്കൂറുകളായിട്ട് ഇങ്ങനെ അത്രയും ജാമായി കിടക്കുകയാണ് റോഡില്. പിന്നെ ഏക മാർഗം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വഴി അവർക്ക് സഹായം എത്തിക്കുക, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. മ്യാൻമറിലെ കാര്യങ്ങളാണെങ്കിൽ മ്യാൻമറിൽ ഒരുപാട് മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ പിന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് അടിക്കടി കൂടുന്നതായിട്ടാണ് പ്രാദേശിക പത്രങ്ങളും ഒക്കെ ഇവിടെ ന്യൂസ് ചാനലുകളും ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാങ്കോക്കിലാണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി. ബാങ്കോക്ക് നഗരത്തെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഈ പിന്നെ ഭൂചലനം ഇവിടെ ഉണ്ടായത്. ബാങ്കോക്കിലെ ട്രെയിൻ നിർത്തി, ഒരു ട്രെയിനുകളും ഓടുന്നില്ല, മെട്രോകൾ നിർത്തി. അതുകൊണ്ട് ജനങ്ങൾക്ക് മെട്രോയിലും ട്രെയിനിലും കയറി അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. പല സ്ഥലങ്ങളിലേക്കും ബസ് റൂട്ടുകൾ, അവരെ ബസ്സുകൾ പോകാൻ റോഡ് ബുദ്ധിമുട്ടായതുകൊണ്ട് 24 പ്രതിനിധി ബൈജു കൊട്ടാരക്കര ബാങ്കോക്കിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലായി 100-ലധികം പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്ക്. ഉറപ്പായും മരണസംഖ്യ അതിനേക്കാൾ കൂടും എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കടിയിൽ, തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബൈജു കൊട്ടാരക്കര ബാങ്കോക്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.